ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ എന്നുള്ളതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടിങ് മെറ്റീരിയലിൽ ആദ്യം തന്നെ മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ആദ്യത്തേത് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്നാണ്, അതേപോലെ തന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും. ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പ്യുവർ ആയ സെമി കണ്ടക്ടറിനെ നമ്മൾ എന്ത് പറയും? ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്യുവർ സെമി കണ്ടക്ടറിനോടൊപ്പം ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത സെമി കണ്ടക്ടറെ നമ്മൾ എന്ത് പറയും? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. അപ്പോൾ സെമി കണ്ടക്ടറിങ് മെറ്റീരിയലിനെ ആദ്യം തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്നും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും. ഇൻട്രൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ പ്ലസ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തതിനെ നമ്മൾ എന്ത് പറയും? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. അതിനുശേഷം എക്സ്ട്രിൻസിക്കിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സെമി കണ്ടക്ടറിനോടൊപ്പം, അതായത് ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനോടൊപ്പം പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസി ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉള്ള ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ എന്ത് പറയും? പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. അതായത് ആർസെനിക്, ആൻറ്റിമണി ഇവയൊക്കെ. അപ്പോൾ ഒരു പ്യുവർ സെമി കണ്ടക്ടറിനോടൊപ്പം 5 വാലൻസി ഇലക്ട്രോൺ ഉള്ള ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവയെ നമ്മൾ എന്ത് പറയും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. അടുത്ത് വരുന്ന എന്താണ്? പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സെമി കണ്ടക്ടറിനോടൊപ്പം ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. അതായത് ഒരു പ്യുവർ സെമി കണ്ടക്ടറിനോടൊപ്പം വാലൻസി ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉള്ള ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മൾ ആഡ് ചെയ്യുന്നവയാണ് ബോറോൺ, ഇൻഡിയം, അലുമിനിയം ഇവയൊക്കെ. ഇവയുടെയൊക്കെ വാലൻസി ഇലക്ട്രോൺ എത്രയാണ്? 3 ആണ്. അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എൻ ടൈപ്പ് എന്നും പി ടൈപ്പ് എന്നും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഈ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ഇൻട്രൻസിക് സെമി കണ്ടക്ടറിലേക്ക് കടക്കുന്നു. ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒരു പ്യുവർ സെമി കണ്ടക്ടർ ആണ്. അതായത് ഡോപ്പിംഗ് ഒന്നും നടക്കാത്ത ഒരു അൺഡോപ്ഡ് സെമി കണ്ടക്ടർ ആണ് എന്ത്? ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എടുക്കുമ്പോൾ എന്താണ്? ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൽ നമ്പർ ഓഫ് എക്സൈറ്റഡ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, ഒരു സെമി കണ്ടക്ടറിൻ്റെ വാലൻസി സെല്ലിലത്തെ ഇലക്ട്രോൺസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ആ വാലൻസി ഷെല്ലിൽ നിന്ന് മൂവ് ചെയ്ത് എന്ത് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ വാലൻസി ഷെല്ലിലത്തെ ഇലക്ട്രോൺ മൂവ് ചെയ്ത സ്ഥലത്ത് എന്ത് ചെയ്യും? ഒരു ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അവിടെ ഒരു കണ്ടക്ഷൻ ബാൻഡിൽ എന്ത് ചെയ്യുന്നു? ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ റൂം ടെമ്പറേച്ചർ തന്നെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? വാലൻസി ഷെല്ലിലുള്ള ഇലക്ട്രോൺ മൂവ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുകയും അങ്ങനെ പോകുമ്പോൾ ആ ഫ്രീ ഇലക്ട്രോൺ നിന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? ഒരു ഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൽ നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഈക്വൽ ടു ഹോൾസ് എന്ന് പറയാം. ഓക്കെ. അതേപോലെ തന്നെ ഒരു ഫെർമി ലെവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ ഒരു ഇലക്ട്രോൺസിന് ഉണ്ടാകുന്ന ഏറ്റവും ഹയസ്റ്റ് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുക? ഫെർമി ലെവൽ എന്ന് പറയുക. അപ്പോൾ ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പിൻ്റെ മിഡിലായിരിക്കും. അതായത് കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസി ബാൻഡിൻ്റെയും ഇടയിലായിരിക്കും എന്തുണ്ടാവുക? ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഫെർമി ലെവൽ ഉണ്ടായിരിക്കുക. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സെമി കണ്ടക്ടറിനോടൊപ്പം അല്ലെങ്കിൽ ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനോടൊപ്പം ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത സെമി കണ്ടക്ടറിനെ നമ്മൾ എന്ത് പറയും? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഡോപ്പിംഗ് എന്നാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഡോപ്പിംഗ് ചെയ്യുന്ന എന്തിനാണ്? അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ ചേഞ്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോപ്പിംഗ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഡോപ്പിംഗ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മാറ്റം വരുത്തുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ഡയോഡ്, ട്രാൻസിസ്റ്റർ ഇവയൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഏതാണ് ഉപയോഗിക്കുക? ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ
നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും എന്താണ്, ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന്, എൻ ടൈപ്പും പി ടൈപ്പും. ഈ എൻ ടൈപ്പിലും പി ടൈപ്പിലും എന്താണ്, ഹോൾസും ഇലക്ട്രോൺസും ഇങ്ങനെ മെജോറിറ്റി മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് നമ്മൾ എൻ ടൈപ്പ് പി ടൈപ്പ് പഠിക്കുമ്പോൾ അത് വിശദമായി പഠിക്കും. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ്. എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരു പ്യുവർ സെമി കണ്ടക്ടറിനോടൊപ്പം പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും, എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരു ആറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലൻസി ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, പെൻഡാവാലന്റ് ആറ്റംസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് എന്ത് ചെയ്യുന്നു, ആർസനിക്, ആന്റിമണി, ഫോസ്ഫറസ്, ഇതൊക്കെ എന്താണ്, ഒരു പെൻഡാവാലന്റിന് എക്സാമ്പിളാണ്. ഇനി നമ്മളൊരു എൻ ടൈപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ ഒരു മുകളിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ എന്ത് മനസ്സിലാവും, നടുവിലായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ആന്റിമണി കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും എന്ത് ചെയ്യുന്നു, 4 ജെർമേനിയം ആറ്റവും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ആന്റിമണിയുടെ വാലൻസി ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 5 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ ജെർമേനിയത്തിൻ്റെ 4 എണ്ണം. നമ്മൾ മുകളിലത്തെ ഫിഗർ പോലെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ആന്റിമണിയും ജെർമേനിയം എന്ത് ചെയ്യുന്നു, കോവാലന്റ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുകയും അങ്ങനെ ഫോം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ മാത്രം ലൂസ്ലി ബൗണ്ട് ചെയ്യും. അപ്പോൾ നമ്മളൊരു സെമി കണ്ടക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് ജെർമേനിയം ആന്റിമണിയും കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുകയും അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ആന്റിമണിയെ ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയാം. കാരണം എന്താണ്, അവയെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഒരു എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലെ നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്, ഇൻട്രിൻസിക്കിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, വാലൻസി ഷെല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, എൻ ടൈപ്പിലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കോവാലന്റ് ബോണ്ടിൽ നിന്ന് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഹോള് പ്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഈ ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസും അങ്ങോട്ട് ജമ്പ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ എന്താണ്, കൂടുതലായിരിക്കും. ഹോളിനെ അപേക്ഷിച്ച് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എൻ ടൈപ്പിൽ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഒരു എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന് എന്തായിരിക്കും, എടുത്തായിരിക്കും. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ കണ്ടക്ഷൻ ബാൻഡിന് എടുത്തായിരിക്കും ഫെർമി ലെവല്. അതേപോലെ തന്നെ ഇലക്ട്രോൺസ് ആയിരിക്കും എന്ത്, മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ്. പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സെമി കണ്ടക്ടറിനോടൊപ്പം അല്ലെങ്കിൽ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനോടൊപ്പം ട്രൈവാലന്റ് ആറ്റംസ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. ട്രൈവാലന്റ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരു ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലൻസി ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ട്രൈവാലന്റ് ആറ്റം എന്ന് പറയും. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം, ഗാലിയം, ഇൻഡിയം, അലുമിനിയം, ബോറോൺ, ഇതൊക്കെ പറയാം. നമ്മളൊരു പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ നടുവിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ബോറോൺ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും എന്താണ്, ജെർമേനിയം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോറോൺ എന്താണ്, ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. അതിന് 3 വാലൻസി ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ ജെർമേനിയും ബോറോണും തമ്മിൽ ഒരു കോവാലന്റ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഒരു സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യും, ഒഴിഞ്ഞു കിടക്കും. അവിടെ ഇലക്ട്രോൺ ഉള്ള കാരണം എന്താണ്, 3 വാലൻസി ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ആ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഒരു ഹോള് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ കോവാലന്റ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഹോള് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സെമി കണ്ടക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരുപാട് കോവാലന്റ് ബോണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, ഒരുപാട് ഹോള് എക്സ്ട്രാ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഹോളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസിന് നമ്മൾ എന്ത് പറയും, അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിലെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസിൻ്റെ എണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ സംഭവിക്കുന്നു, നമ്പർ ഓഫ് ഹോൾസ് എന്തായിരിക്കും, ഇതിൽ കൂടുതലായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ബോണ്ടത്തെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ജമ്പ് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺസ് ആവുന്നു.
അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ആകുമ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുന്നു, ആ ജമ്പ് ചെയ്ത സ്ഥലത്ത് ഇവിടുന്ന് മൂവ് ചെയ്ത സ്ഥലത്ത് എന്ത് ചെയ്യും, ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഓൾറെഡി ഇങ്ങനെ കോവാലന്റ് ബോണ്ട് ആകുമ്പോഴും ഹോളുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഈ പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് എന്താണ്, ഹോൾസ് ആണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് വാലൻസി ബാൻഡിന്റെ അടുത്തായിരിക്കും. അപ്പോൾ ഒരു പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോളാണ്. അതോടൊപ്പം തന്നെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് എന്താണ്, വാലൻസി ബാൻഡിന്റെ അടുത്തുമായിരിക്കും.